മുനമ്പത്തെ 600-ലധികം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് അയച്ചത് ആരാണ്? തർക്കം മുറുകുകയാണ്. ഇടതുമുന്നണിയുടെ കാലത്ത് VS അച്യുതാനന്ദൻ്റെ കാലത്ത് TK ഹംസയാണ് അത്തരത്തിൽ CPM നേതാവ് കൂടിയായ TK ഹംസയാണ് അത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയത് എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ മുൻ ചെയർമാൻ കൂടിയായ റഷീദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളല്ല, ഞാൻ എൻ്റെ കാലത്ത്, ഞാൻ അവിടെ ചെയർമാനായിരുന്ന കാലത്ത് അങ്ങനൊരു നോട്ടീസ് മുനമ്പത്തേക്ക് അയച്ചിട്ടില്ല. അത് TK ഹംസ ചെയർമാനായിരുന്ന കാലത്ത്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ 600 മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അയച്ചത് എന്ന വെളിപ്പെടുത്തലാണ് ശിഹാബ് തങ്ങൾ നൽകിയിരിക്കുന്നത്. അത് ഇനി എങ്ങനെയൊക്കെ വരും എന്നുള്ള നമുക്ക് കണ്ടറിയാം. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് 2018 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സർക്കാരാണ് നിസാർ കമ്മീഷനെ നിയമിക്കുന്നത്. ഈ വഖഫ് ബോർഡ് നിയമങ്ങളെ കുറിച്ച് പഠിക്കാൻ അവിടെ നിന്ന് ആൾക്കാരെ ഇറക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിച്ചത് നിസാർ കമ്മീഷനാണ്. അത് VS അച്യുതാനന്ദൻ്റെ കാലത്താണ് നിയമിച്ചത്. ആ VS അച്യുതാനന്ദൻ്റെ കാലത്ത് നിയമിച്ചു. ആ കമ്മീഷൻ്റെ നിർദ്ദേശം റിപ്പോർട്ടായിട്ട് വന്നു. അത് സർക്കാരിന് സമർപ്പിച്ചു. സർക്കാർ ക്യാബിനറ്റ് ആ റിപ്പോർട്ട് അപ്പടി അംഗീകരിക്കുകയും ചെയ്തു. ഒന്ന് വായിച്ചു നോക്കുകയോ ഒന്ന് പഠിക്കുകയോ ചെയ്യാതെ അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ അതിനെ, ആ ക്യാബിനറ്റ് അതങ്ങ് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചത്. അത് TK ഹംസയാണ് അങ്ങനെ നോട്ടീസ് അയച്ചത് എന്നാണ് പറയുന്നത്. അത് ഹൈക്കോടതിയിൽ പിന്നെ അവർ ഹർജി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നോട്ടീസ് അയച്ചെന്ന് പറയുന്നു. 2016 ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നു. എന്നാൽ താൻ ചെയർമാനായ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടില്ല. ഇതേ തുടർന്ന് ഒടുവിൽ കോട്ടലക്ഷ്യ നോട്ടീസ് വന്നു. ഇതിനെ തുടർന്ന് ബോർഡ് മീറ്റിംഗ് കൂടി വിഷയം പരിഗണിച്ചു. എന്നാൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ കാലാവധി പൂർത്തിയാക്കി ഞാൻ പോവുകയായിരുന്നു. പിന്നീട് വന്ന ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് നോട്ടീസ് അയച്ചത് തനിക്ക് ശേഷം വന്ന വഖഫ് ബോർഡ് കമ്മിറ്റി ആയിരുന്നു. അന്ന് TK ഹംസയായിരുന്നു ചെയർമാൻ. അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത്, താനല്ല. സർക്കാർ വിചാരിച്ചാൽ വിഷയം പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്നാണ് ഈ മുൻ വഖഫ് ബോർഡ് ചെയർമാൻ കൂടി പറയുന്നത്. അപ്പോൾ CPM ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ആരും ഈ മുനമ്പത്തു നിന്നും ആരെയും ഒഴിപ്പിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒഴിഞ്ഞു പോകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തത് ഇടത് സർക്കാരാണ്. ഇടത് സർക്കാരിൻ്റെ കാലത്താണ്. VS അച്യുതാനന്ദൻ്റെ കാലത്ത് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നതാണ്. ആ നിസാർ കമ്മീഷനെ നിയമിച്ചതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ആ റിപ്പോർട്ട് വരുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോകുന്ന പിന്നെ അനന്തരഫലങ്ങൾ പരിശോധിക്കാതെ, അത് പഠിക്കാതെ ക്യാബിനറ്റ് ഉടനെ തന്നെ അതിൽ അംഗീകരിക്കുകയും മന്ത്രിസഭയും കൂടെ അംഗീകരിച്ച സ്ഥിതിക്ക് ഹൈക്കോടതിക്ക് ഈസിയായിട്ട് തന്നെ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ഉത്തരവിടാനും കഴിഞ്ഞു. അങ്ങനെയാണ് TK ഹംസ ഈ പിന്നെ നോട്ടീസ് അയച്ചത്, ഞങ്ങളല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചത് ഇടതു മുന്നണിയാണ്. CPM മുഖ്യമന്ത്രിയുടെ കാലത്താണ്. CPMൻ്റെ നേതാവായ TK ഹംസയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിപ്പിക്കില്ല, ആരും ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് തകരാറെന്ന് മുനമ്പത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് സത്യമറിയാം.